ഹരിയാന സൗഖ്യത്ത് തന്നെയായിരിക്കും. നമ്മുടെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി വരിക, ആ BJP-യിലൂടെ ഈ മണ്ഡലം പിടിച്ചെടുക്കുക. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു ടോപ്പ് സ്ഥാനാർത്ഥി ഇവിടെ നിലമ്പൂരിൽ വരികയാണെങ്കിൽ വിജയിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ശേഷം കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലാണ്. ഇന്ന് ചാനൽ എത്തി നിൽക്കുന്നത് കേരളത്തിലെ ഗ്ലാമർ മണ്ഡലങ്ങളിൽ ഒന്നായ നിലമ്പൂർ മണ്ഡലത്തിലാണ്. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം ആർക്കൊപ്പമാണ്? നിലമ്പൂരിലെ രാഷ്ട്രീയ ഗോതയിൽ ആരായിരിക്കും ഇനി അധികായനായി മാറുക എന്ന കാത്തിരിപ്പിലാണ്. നിലമ്പൂരിലെ ജനത പറയട്ടെ അവരുടെ വരും നാടുകളിലെ ജനപ്രതിനിധി ആരെന്ന്. കേരളം എന്തായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലാണല്ലോ. നിലമ്പൂർ മണ്ഡലത്തിന്റെ വരും കാലങ്ങളിലെ ജനപ്രതിനിധി ആരായിരിക്കും? ഹരിയാന സൗഖ്യത്ത് തന്നെയായിരിക്കും. കാരണം വികസനം കണ്ടമാനം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്. അതിന്റെ പേരിൽ ഇനിയും വരാനുള്ള സാധ്യത സൗഖ്യത്ത് തന്നെയാണ്. ഞാനിവിടെ നിലമ്പൂർക്കാർക്ക് നല്ല മൊത്തം അങ്ങനെ വരുന്ന ഒരാളാണ്. എവിടെ എന്തൊരു കാര്യങ്ങൾക്കും മുന്നോട്ട് വന്നിറങ്ങുന്ന ആളാണ്. പിന്നെ എല്ലാ വികസനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റുള്ളവർ ആ വികസനത്തിന് അവൻ വികസിച്ചു കൊണ്ടുവരുമ്പോഴേക്ക് മറ്റുള്ളവർ കയറുന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ അധികം കണ്ട് നമ്മളിവിടെ. ഇന്നത്തെ ട്രെൻഡില് ഇന്നിപ്പോ കേരളത്തിന്റെ നമ്മളെ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം BJP പിടിച്ചു കഴിഞ്ഞു. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്, തൃശ്ശൂര്, കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കോഴിക്കോട് കോർപ്പറേഷനിലെ നല്ല ഒരു മുന്നേറ്റം നടത്താൻ BJP-ക്ക് കഴിഞ്ഞു. ഇവിടെ ജോയും ആര്യാണനും അൻവറും നമ്മുടെ സ്വരാജും ഇവർ 4 ആള് വന്നാലും നമ്മുടെ പ്രതീക്ഷ നമ്മുടെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി വരിക, ആ BJP-യിലൂടെ ഈ മണ്ഡലം പിടിച്ചെടുക്കുക. അതാണ് നമ്മുടെ കാഴ്ചപ്പാടും ഇന്നത്തെ ട്രെൻഡും. ഹരിയാന സൗഖ്യത്ത് നല്ല സ്ഥാനാർത്ഥിയാണ്. സൗഖ്യത്ത് വരണം. സൗഖ്യത്തിന് ഇവിടെ ചാൻസ് ഉള്ളൂ. സൗഖ്യത്ത് നിന്നെങ്കിലേ വിജയിക്കുള്ളൂ കേട്ടോ. അതിലേറെ വേറെ മറ്റുള്ളവരാരും വന്നിട്ട് ഇവിടെ ഒരു കാര്യമല്ല. ഇനിയിപ്പോ അൻവർ സാഹിബ് ഇടതുപക്ഷത്തിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കൂല. അൻവർ സാഹിബ് ഇപ്പൊ ഏതായാലും UDF-ലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇവിടെ വാപ്പുട്ടിക്ക് ചാൻസ് ഉള്ളൂ. കൂടുതൽ ഷൗക്കത്താണ് ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആള്. ജോയും കുഴപ്പമില്ല, എന്നാലും ഷൗക്കത്താണ് കുറെ ആൾക്കാരുമായിട്ട് ഇത്രയും നല്ല ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പും കാര്യങ്ങൾ സംസാരിക്കാനും തോടുക്കായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാള് ഷൗക്കത്ത് തന്നെയാണ്. സ്വരാജ് 8 വരെ പൊട്ടും. എൻ്റെ കണ്ടിട്ടുള്ള എല്ലാം മനസ്സിലായില്ലേ. അവരുടെ അപ്രോച്ചും അവരുടെ പാർട്ടിയുടെ തന്നെ നിലപാട് തന്നെ വളരെ മോശമാണ്. ആദിവാസി ദളിതരോട് കാണിക്കുന്ന ഏറ്റവും വലിയ സമയം അവരുടെ ഈ ഗ്രാൻഡും മറ്റുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ 1.5 കോടി അയ്യങ്കാളി പദ്ധതി കൊടുത്തിരിക്കുന്നു. ഇവർ കുട്ടികളാരും സ്കൂളിൽ പോകാതെയും കോളേജിലും ഹയർ സ്റ്റഡി എല്ലാം നിർത്തി വെച്ചിരിക്കുന്നു. ഒരു ഗ്രാൻഡ് കിട്ടാതെ വളരെയേറെ കഷ്ടപ്പെടുന്നു. അവർ ദാരിദ്ര്യമാക്കി ഇതേപോലെ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. അവരുടെ ഫണ്ട് ഇത്രയും കാലമായിട്ട് ഒരു സർക്കാരും തിരിമറി നടത്തിയിട്ടില്ല. അവർക്ക് കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യം കൊടുക്കുക. പക്ഷേ ഈ സർക്കാർ തന്നെ അവരെ പാടെ അവഗണിച്ചിരിക്കുന്നത് സർക്കാരാണ്. മറ്റേ ജോയിന്റെ കാര്യം എന്താ വെച്ചാല് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ജോയി നിന്നതാണ്. അപ്പോ ഷൗക്കത്ത് കാരണം അവന്റെ പാപ്പ കുറെ കാലങ്ങൾ ഭരിച്ച ഒരു ഇതാണല്ലോ, മണ്ഡലമാണല്ലോ നമ്മുടെ നിലമ്പൂര്. അപ്പൊ അതിന്റെ പേരില് കുറെ ആൾക്കാർ ഇപ്പൊ കൊടുത്തു. ഇനിയിപ്പോ ജോയി നിന്നാ ജോയി ജയിക്കും. കാരണം ജോയിന്റെ സ്ഥാനത്ത് ഷൗക്കത്താണ് കഴിഞ്ഞ പ്രാവശ്യം നിൽക്കുന്നത് വെച്ചാല് ജോയി തോൽക്കായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇനി തിരിച്ചാണ്. ഷൗക്കത്ത് നിന്നാ തോൽക്കും. യാതൊരു സംശയം. ഇപ്പൊ ഇവിടെ വികസനം പറയുന്ന അൻവർ കുറെ വികസനം കൊണ്ടുവന്നിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇപ്പോ ആര്യൻ ഷൗക്കത്ത്, അതേമാതിരി തന്നെ ആര്യൻ ഷൗക്കത്ത് ഇവിടെ നിലമ്പൂർ മണ്ഡലത്തെ ആര്യൻ ഷൗക്കത്ത് ആവും. അല്ലെ ആരാവൊന്നും ഇപ്പോഴും കൺഫേം ആയിട്ടില്ലല്ലോ സ്ഥാനാർത്ഥികള്. ഇടതുപക്ഷത്തിന് വേണ്ടി കുഴപ്പമില്ല, അവര് നല്ല വികസനം കൊണ്ടുവരുന്നുണ്ട്. ഇടതുപക്ഷം നല്ല വികസനം. ഇപ്പൊ ഇത്രയും കാലം നിന്നതിൽ ഏറ്റവും വലിയ തുടർഭരണ 2 ഘട്ടമായിട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു ടോപ്പ് സ്ഥാനാർത്ഥി ഇവിടെ നിലമ്പൂരിൽ വരികയാണെങ്കിൽ വിജയിക്കും. ഷൗക്കത്ത് നിലമ്പൂര് MLA വരും. തന്നെയല്ല UDF അധികാരത്തിൽ വരികയും ചെയ്യും മഹാഭൂരിപക്ഷത്തിൽ. ഇവിടെ ഹരിയാന ഷൗക്കത്ത് ജയിക്കും. മറ്റാരെങ്കിലും വന്നാലോ? മറ്റാരും വന്നു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ജയിക്കാൻ സാധ്യതയില്ല. ഷൗക്കത്ത് മന്ത്രിയായിട്ട് ഇപ്പൊ ഇരുന്ന കസാലിൽ ഇരുന്ന് കാണണം. അതിന് ഞാൻ എപ്പോഴും തേടുന്നുണ്ട്. അവൻ്റെ ഒപ്പം അങ്ങനെ ഇരുന്നു എത്രയോ ഗുണം ചെയ്ത് തന്നാണോ അവൻ്റെ ഒപ്പം. ഇപ്പൊ മരിച്ചപ്പോ ഭയങ്കര സങ്കടമായി. പിന്നെ ഇപ്പം മരിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ കയറിയിട്ടില്ല. അവർക്ക് ഭയങ്കര സങ്കടമാണ് അതൊക്കെ. ഓനൊന്ന് എപ്പം ഇരുന്ന കസാലിൽ ഇരുന്ന് കാണട്ടെ എന്നും പറഞ്ഞു. സാറാണ് ഇവിടെ എല്ലാം ഉണ്ട്. ആര് വരണം എന്നാണ്? ബാപ്പുട്ടി വരണം തന്നെയാണ് നമ്മളെ അഭിപ്രായം.
ഇവിടെ ആര്യാടെ നിൽക്കുകയാണെങ്കിൽ ഷൗക്കത്ത് നിൽക്കുകയാണെങ്കിൽ ഷൗക്കത്ത് ജയിക്കും എന്തായാലും. പിന്നെ ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയില്ല. പിന്നെ ജോയി വരാൻ സാധ്യത ഉണ്ടോ വെച്ചാല് പിന്നെ ഷൗക്കത്തിനാണ് പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അഥവാ ഇടതുപക്ഷത്തിന് വേണ്ടി സ്വരാജ് വന്നാലോ? സ്വരാജ് തീരും ജയിക്കൂല. നമ്മളെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ആ നയനിലപാടുകളൊക്കെ ഇപ്പൊ അങ്ങനെയുള്ളൂ. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ എല്ലാവരും പൊതുവെ സപ്പോർട്ട് കുറവാണ് ഇപ്പൊ. അതാണ് നമ്മളെ അഭിപ്രായം. ഷൗക്കത്ത് ആവാനാ സാധ്യത? UDF ഉറപ്പല്ലേ. ഈ ഇലക്ഷനൊക്കെ ഭയങ്കര വിജയം കൊണ്ടുവന്നല്ലേ. ഇനി നിയമസഭയിൽ UDF സ്വരാജാണെന്നാണ് നമ്മളെ അഭിപ്രായം. ഇപ്പൊ കേരളം ഭരിച്ചിട്ട് നമുക്ക് പെൻഷനും മറ്റുമൊക്കെ കിട്ടുന്നുണ്ട്. സ്വരാജിന് കഴിഞ്ഞ ഞാൻ വോട്ട് ചെയ്ത ആളാണ്. നല്ല അടിപൊളി വ്യക്തിയാണ്. ഇത്ര ആളാണ് എന്റെ അഭിപ്രായം. LDF വരണം. LDF വരണം. മൂന്നാം ഭരണം LDF. അവിടെ കേന്ദ്രം കിട്ടൂല. കേന്ദ്രം BJP കൊണ്ടുപോകും. നമുക്ക് എന്തായാലോ കേരളം LDF കൊണ്ടുപോകും മൂന്നാം ഭരണം. അത് 100 സീറ്റ് 100 നേടിയിരിക്കും. 110 പാർട്ടിയുണ്ടെങ്കിലും 100 സീറ്റുകൾ നേടിയിരിക്കും. സ്വരാജ് ഇവിടെ MLA വരുമാണ്. എന്നാലും പാവങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ ഇവിടെ. അല്ല BJPയും കോൺഗ്രസും കീലിയും കോലിയും വന്നിട്ട് അത് ഞാൻ ചുരുക്കി പറഞ്ഞാണ്. നിങ്ങൾ പിന്നെ ചുരുക്കാൻ മതി. വന്നിട്ട് നമുക്കൊരു കാര്യമില്ല. പാവങ്ങൾ രക്ഷിക്കണമെങ്കിൽ LDF CPM തന്നെ ഉള്ളൂ. വികസനം ഇപ്പൊ നിലവില് വന്നിടത്തുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട്. കുറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുടങ്ങിക്കിടന്ന കുറെ പുനരാരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ് വേണ്ടത്. മറ്റേത് ഒരു കുറച്ചു കാലം നിൽക്കുക രാജിവെക്കുക അതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ജനങ്ങളോടും നാടിനോടും കമ്മിറ്റ്മെന്റുള്ള ആള് വരണം എന്നുള്ള ആഗ്രഹമാണ്. ആരുടെ ഷൗക്കത്ത് തന്നെ വരേണ്ടത്. അല്ല പാരമ്പര്യമായിട്ട് അവരങ്ങനെ തന്നെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റുള്ള ആളാണ്. എപ്പോൾ ചെന്നാലും വാതിലിൽ മുട്ടണ്ട, എപ്പോൾ ചെന്നാലും വീട്ടിൽ കയറി ചെല്ല. അതന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. വികസനം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷെ പരമാവധി ശ്രമിക്കുന്നുണ്ട് നമ്മളെ ഇപ്പോഴത്തെ MLA. പക്ഷെ എന്നാലും ഒരവസരം കൂടി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുന്നതാണ് എന്റെ അഭിപ്രായം. ആര് വന്നാലും ഷൗക്കത്താക്ക് തന്നെ ഒരു കൂടുതൽ അവസരം കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെടുന്നതാണ് എന്റെ അഭിപ്രായം. ഞങ്ങളുടെ നാട്ടുകാരനും അയൽവാസിയായ വാവുട്ടിയാക്ക് തന്നെ തീർച്ചയായിട്ടും പിന്നെ വരണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. LDF തന്നെയാണ് ജയിക്കാൻ സാധ്യത. അത് തർക്കമൊന്നുമില്ല. ഇപ്പൊ ഈ 9 മാസം അതുകൊണ്ട് പിന്നെ എല്ലാവരും കേരളത്തിൽ നിന്ന് എല്ലാവരും വന്നിട്ടേ ഇവിടെ ഇങ്ങനെ ഇലക്ഷൻ പ്രചരണം നടത്തി പൈസ ഒക്കെ ചെലവാക്കിയിട്ടാണ് ഇങ്ങനെ ഷൗക്കത്ത് ജയിക്കാണ്ടായ സാധ്യത. ആ ഒരു സാധ്യത ഇനി നിലനിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ആര്യാട ഷൗക്കത്ത് തന്നെ മത്സരിക്കും ചെയ്തു. ആര്യാട ഷൗക്കത്ത് 100-110% ആര്യാട ഷൗക്കത്ത് ഇവിടെ വിജയിച്ചു. നാടിന്റെ വികസനം, മണ്ഡലത്തിന്റെ വികസനം ആണ് നമ്മളെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിന് LDF ജയിക്കന്നെ വരണം ഇവിടെ. അപ്പോഴേ നിലമ്പൂരൊന്നും പുരോഗതിയിലെത്തുള്ളൂ. അതൊക്കെ ഈ സ്റ്റേജിമ കയറിയുള്ള ഈ പ്രസംഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കണക്കാൻ. സ്വരാജ് വരാണെങ്കിലോ? സ്വരാജ് മിടുക്കനാണ്. സ്വരാജ് നല്ല ആളല്ലേ. സ്വരാജ് വന്നാൽ അതിനൊക്കെ മാറ്റം വരും. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം വളരെയധികം സജീവമാണ്. ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വരും നാളുകളിൽ ജനാധികാര വിധി നിർണയത്തിലൂടെ നിലമ്പൂരിന്റെ ജനപ്രതിനിധി ആരെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. നിലമ്പൂരിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 നിലമ്പൂർ. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.